നമ്മൾ കേരളീയർക്ക് ഒത്തിരി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഉണ്ടല്ലേ. ആ കൂട്ടത്തിലെ രാജാവാണ് പുട്ട്. പുട്ടിന് ഇത്രയധികം പ്രാധാന്യം കിട്ടാനുള്ള കാരണം അത് ആവിയിൽ വേവിച്ചതായതുകൊണ്ട് തന്നെയാണ്. കൂടാതെ ഒട്ടും തന്നെ ഓയിൽ ഇല്ല. നോൺ ഓയിൽ ഐറ്റം ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം സ്വീകാര്യത കിട്ടുന്നത്. ഏത് കോമ്പിനേഷൻ്റെ കൂടെയും പുട്ട് അടിപൊളിയായിരിക്കും അല്ലേ. ഈ പുട്ടിൻ്റെ കൂടെ പച്ചക്കറികളുടെ വർണ്ണവൈവിധ്യവും പോഷകഗുണങ്ങളും കൂടി ചേർത്താലോ സംഭവം പൊളിയായിരിക്കും അല്ലേ. നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ് പച്ചക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാലുള്ള ഗുണഗണങ്ങൾ. കുട്ടികൾ ആണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇത് പ്രായോഗികമാക്കുമ്പോൾ കുറേയധികം ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫീൽ ചെയ്യുമല്ലേ. കുട്ടിപ്പട്ടാളത്തെ പച്ചക്കറി കഴിപ്പിക്കുന്ന കാര്യം ആലോചിക്കാനേ വയ്യല്ലേ. ഇന്നിവിടെ ഞാൻ പുട്ടിൻ റെഡിയാക്കാനായിട്ട് ബേബി സ്പിനാച്ചും ക്യാരറ്റ്സും ബീറ്റ്റൂട്ടുമാണ് ഉപയോഗിക്കുന്നത്. ഇവയെല്ലാം തന്നെ നമുക്ക് ശരീരത്തിന് വളരെയധികം ഉത്തമമാണ്. അതുപോലെ കണ്ണിന് കാഴ്ച വർദ്ധിപ്പിക്കാനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും രക്തം വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ലതാണ് അല്ലേ. രക്തയോട്ടം ഇതാക്കാനൊക്കെ നല്ല സംഭവങ്ങളാണ്. എനർജി ബൂസ്റ്റ് ചെയ്യാനൊക്കെ വളരെ ഉത്തമമാണ്. ഓരോന്നിൻ്റെയും പോഷക ഗുണങ്ങൾ ഞാൻ പ്രത്യേകം എടുത്ത് പറയണില്ല. പ്രമേഹ രോഗികൾക്കും ഷുഗറിനും പ്രഷറിനും കൊളസ്ട്രോളിനും എല്ലാവർക്കും നമുക്ക് ഒരു ജീവിതശൈലി രോഗികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അഡാർ ഐറ്റമായിട്ടാണ് ഈ റെയിൻബോ പുട്ടിനെ ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് തയ്യാറാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ അതിനെ മീൽ പ്രെപ്പ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഒത്തിരി ഉപകാരമുണ്ട്. ഇവിടെ ഞാൻ പച്ചക്കറികളുടെ ഗുണം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ഇതെല്ലാം റെഡിയാക്കിയിരിക്കുന്നത്. പച്ചക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം ഒരു ഒറ്റമൂലിയായിട്ട് തന്നെ നമുക്ക് കരുതേണ്ടി വരും. സ്പിനാച്ച് ക്യാരറ്റൊക്കെ നമുക്ക് ഇതിൽ ചേർത്തിട്ടുണ്ടെന്ന് പോലും അറിയില്ല. പിന്നെ ബീട്രൂട്ടിൻ്റെ കാര്യം വരുമ്പോൾ അവൻ്റെ സ്വന്തം സ്വഭാവം കാണിക്കും. എർത്തി ടേസ്റ്റ് അത് എനിക്ക് മാത്രമാണോ അങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ഒരു സംഭവം ഒഴിവാക്കാനായിട്ട് ഞാനൊരു ടിപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരല്പം നാരങ്ങാ നീര് ചേർത്തു. ഇതെൻ്റെ ജെനുവിൻ റിവ്യൂ ആണ് കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായി. ഇത് തയ്യാറാക്കി നോക്കിയപ്പോൾ സാധാരണ നമ്മുടെ പുട്ട് തയ്യാറാക്കാനുള്ള പോലെ തന്നെയാണ് ഞാൻ റെഡിയാക്കുന്നത്. ഞാനിതിവിടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അരിപ്പൊടി ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് തേങ്ങാപ്പീരയും ഉപ്പും ചേർത്ത് ഒന്ന് റെഡിയാക്കി. ഒരുപാട് വെള്ളം എടുത്തിട്ടില്ല. അതിലേക്ക് ഞാൻ പച്ചക്കറികൾ ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്തത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തു കേട്ടോ. പച്ചക്കറികളുടെ നനവ് കൊണ്ട് തന്നെ ഈ കൺസിസ്റ്റൻസി ഓക്കെ ആകും. നനവ് കൂടുതലായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ശരിയാവില്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൂടുതൽ നേരം നമ്മൾ ആവിയിൽ വേവിച്ചാൽ ഇതിൻ്റെ കളറ് കോമ്പിനേഷൻ മാറിപ്പോകും കേട്ടോ. കളറിൻ്റെ ഇത് നമുക്ക് വൈബ്രൻറ്റ് കളേഴ്സ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. നേരത്തെ മീൽ പ്രിപ്പ് ചെയ്ത് വയ്ക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ചോപ്പ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും 1-2 ദിവസം മുന്നേ തയ്യാറാക്കിയ വെജീസ് ആണെങ്കിൽ അപ്പോഴും നമുക്ക് കളറ് വിചാരിച്ച പോലെ കിട്ടില്ല കേട്ടോ. ഗസ്റ്റിനെ ഇമ്പ്രസ് ചെയ്യാനും കുട്ടികളെ കഴിപ്പിക്കാനൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമല്ലോ. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ലെമൺ ജ്യൂസ് ആഡ് ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് കളറിൻ്റെ ആ പ്രശ്നം ഒഴിവാക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ കേസിലെ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചേക്കൂ കേട്ടോ. എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ.